അതുപോലെ കാപ്പി കുടിച്ച ഹൃദയം ദുർബലമാവുമെന്ന് പറയുന്നത് കേൾക്കാം. ഈ കാപ്പിയും ഹൃദയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കാപ്പിയോ ചായ എന്നുള്ളതൊക്കെ നമ്മളുടെ കൺട്രോളിൽ നമ്മൾ ഷുഗർ ഇല്ലാതെ കുടിച്ചാൽ ഇതൊന്നും നമുക്ക് കാര്യമായ പ്രശ്നങ്ങളോ അതുമൂലം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതെപ്പോഴും പലപ്പോഴും പ്രശ്നമാവുന്നത് ഇതൊക്കെ ഒരു അഡിക്ഷനായി മാറുമ്പോഴാണ്. കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരുന്നു, അങ്ങനെയുള്ളവർക്ക് കാപ്പി ഒരു അഡിക്ഷനായി മാറുകയും പിന്നീട് ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് കാപ്പി കുടിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാനില്ല, അത് തെറ്റാണ്. പക്ഷേ കാപ്പി ഒരു അഡിക്ഷനായി മാറിയാൽ, കാപ്പിയാണെങ്കിലും ചായ ഒരു അഡിക്ഷനായി മാറിയാൽ അത് അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂവിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാനും പിന്നീട് അവർക്ക് മാനസികമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാപ്പി കുടിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ കുടിക്കുമ്പോഴും അതൊരു അഡിക്ഷനായി മാറാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരാൾക്ക് ഒരു ദിവസം എത്ര കാപ്പി വരെ കുടിക്കാം? 1 to 2 cups ഓഫ് കോഫി നമുക്ക് കുടിക്കാം, പക്ഷേ ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവർക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കട്ടൻ കാപ്പിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പാല് ഉപയോഗിക്കാതുള്ള കാപ്പിയാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കും എന്നൊക്കെയാണ് പുതിയ സയൻസ് നമ്മളോട് പറയുന്നത്.